കിലോ 7 lakh ആണ്. കിലോ 7 lakh ആണ്. ഇതാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഒരു 3 days കളിച്ച് നോക്കിയാണ് ഈ സ്മെൽ കാണും. ഇതെല്ലാം ബർബറി ഉണ്ട്, അക്വാ ഉണ്ട്, അക്വാ കിസ് ഉണ്ട്, ഹാർമോണിക് സ്ട്രോങ്ങർ ഉണ്ട്, ബോംഷെൽ ഉണ്ട്, ബ്ലൂ ഡി ചെമതെ, ഇതെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡഡ് ആണ്. നോർമൽ പ്രൈസിങ് എത്രയാ? ഈ ഊത് അല്ലേ, ഊത് പെർഫ്യൂമും പിന്നെ ഈ അത്തറും അതെന്താ ഡിഫറൻസ്? റൂം ഫ്രഷ് അത് നെക്സ്റ്റ് വീക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് റൂം പെർഫ്യൂം റെഡി ചെയ്ത് കൊടുക്കും. ഇത് തടിയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇത് അഫീഷ്യലാണ്, നമ്മൾ ബില്ലോട് കൂടിയേ കൊടുക്കും. ചിലപ്പോൾ സ്ട്രെസ് കൊണ്ട സമയത്ത് ഈ പെർഫ്യൂം ഓൺ ചെയ്തെങ്കിലേ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ചെയ്ത് കാണിക്കാം. ഇത് എത്ര ml നമ്മൾ ഉണ്ടാക്കുന്നത്? ഇത് നമ്മൾ അത്ര മാത്രം 10 ml ഇടും. ഇവിടെയുണ്ട് സ്മെല്ല്. ഓ അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നല്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ചാലയിലാണ്. ചാലയിൽ അടുത്തുള്ള ഗാന്ധി പാർക്കാണ് നിങ്ങൾ ഈ പുറകിൽ കാണുന്നത്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ്. അതെ, വേറൊരു ലോകത്തെത്തുന്ന ഒരു സ്ഥലത്ത് ഫീലിംഗ് ഉള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ചാലയ്ക്കകത്തുള്ള ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ജാസ് പെർഫ്യൂംസ് എന്നുള്ള ഷോപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ വിശേഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് ഇനി അധികം സമയം നേരെ കടയിലോട്ട് പോയാലോ? ഒരാളില്ല, നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് നല്ല മഴയല്ലേ, ഫുള്ള് മഴ പെയ്തത് ഇവിടെയൊക്കെ. ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ഫേമസ് ആയിട്ടുള്ള ചാല ചന്ത. ഇതിനകത്ത് കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. പച്ചക്കറി, മീൻ, ഇറച്ചി എല്ലാം കിട്ടും. ചാലയിൽ കിട്ടാത്ത ഒന്നുമില്ല, എല്ലാം ചാലയിൽ കിട്ടും. അതെ, കൂടുതലും ലാഭം എനിക്ക് തോന്നുന്നു ചാലയിലായിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ബുഹാരി ചേട്ടൻ. ചേട്ടനാണ് ഈ കടയുടെ ഓണർ. ചേട്ടൻ ഈ കടയെ പറ്റി ഒന്ന് പറയാമോ? ഇത് നമ്മൾ നേരത്തെ നമ്മൾ ജ്വല്ലറി ബിസിനസ്സായിരുന്നു. പിന്നെ നമ്മൾ അണിഞ്ഞൻ അവിടെ UK പോയി പഠിച്ചപ്പോൾ അവർക്ക് ഇതിലൊരു ഐഡിയ കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം തമിഴ്നാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ചെന്നൈയിലും പിന്നെ നമ്മുടെ സ്വന്തം സ്ഥലത്തിനും നമ്മുടെ കന്യാകുമാരി അടുത്ത് നമ്മൾ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവിടെ നേരത്തെ ജ്വല്ലറി കൺവേർട്ട് ചെയ്ത് നമ്മൾക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഡക്റ്റ് കൊള്ളാം, നല്ല ഇതാണ്. നമ്മൾ നേരത്തെ ഈ കട ജ്വല്ലറിയാണ്. പിന്നെ നമ്മൾക്ക് നമ്മുടെ അച്ഛൻ്റെ ബിസിനസ്സാണ്. പിന്നെ അത് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ പെർഫ്യൂമായിട്ട് മാറ്റി. പക്ഷേ നമ്മൾക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ മാൽഡീവ്സിലും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ജ്വല്ലറി ഇല്ല പെർഫ്യൂം. സോ അത് ജ്വല്ലറി ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് പെർഫ്യൂം ഷോപ്പായി. എത്ര നാളായി സ്റ്റാർട്ട് ആയിട്ട്? ഇത് അറൗണ്ട് 8 years ആയി. ഇവിടെ എത്ര കടയുണ്ട്? ഇവിടെ നമ്മൾ 2 കടയുണ്ട്. 2 കടയുണ്ട്. അപ്പോൾ ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തിരുവനന്തപുരത്ത് ചാലയാണ്. കടയുടെ പേരും ബാക്കി ജാസ് പെർഫ്യൂംസ്. എല്ലായിടത്തിലും സെയിം നെയിം തന്നെ. നമ്മൾക്ക് 7 ഷോറൂംസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഷോറൂം മാൽഡീവ്സിലുണ്ട്. ഒരു ഷോറൂം മാൽഡീവ്സിൽ, ബാക്കി 7 ഷോറൂംസ് ഇവിടെ ഇന്ത്യയിൽ 7 ഷോറൂംസ് ഉണ്ട്. ഓക്കെ, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ 2 എണ്ണം. ബാക്കി എവിടെയൊക്കെയാണ്? ചെന്നൈയിലുണ്ട്, പിന്നെ ഈറോട്ടിലുണ്ട്, പിന്നെ തൂത്തുക്കുടി അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം സ്ഥലം കായൽപട്ടണമുണ്ട്. കായൽപട്ടണം ചെറിയ കൊച്ചു വില്ലേജാണ്. അവിടെ 3 ഷോറൂമുണ്ട്. അപ്പം എങ്ങനെയാ തിരക്കൊക്കെ എങ്ങനെയാ? ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണ്? നല്ല റെസ്പോൺസ് ഉണ്ട്. പക്ഷേ കുറച്ച് നമ്മുടെ ഇവിടെ കുറച്ച് നല്ല പെർഫ്യൂംസ് ആണ്. ഇത് നമ്മൾ മാൽഡീവ്സ്ക്ക് അവർ അറബ്സ് അവർ കുറേ ഉണ്ട്. അറബ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ഊത് പെർഫ്യൂംസ് ആണ്. ഊത് മെയിൻലി നമ്മൾ പെർഫ്യൂംസ് റെക്കമെൻഡ് ചെയ്യില്ല. പെർഫ്യൂം ഓയിലേ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ ഫേഷ്യനോ എന്നൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫ്യൂം ഓയിൽ അറ്റ്ലീസ്റ്റ് 4 days ലാസ്റ്റിംഗ് ആവും. ഇപ്പോൾ പെർഫ്യൂം ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ് മിക്സിംഗ് ആയ അറ്റ്ലീസ്റ്റ് 2 to 3 hours ആണ്. അപ്പോൾ ഇതാവുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഒരു 3 days കളിച്ച് നോക്കിയാണ് ഈ സ്മെൽ കാണും. ഇപ്പോൾ നമ്മളെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ സൂപ്പർ ലാസ്റ്റിംഗ് ആവും. ഡ്രസ്സിലെ ബണിയനിലെ ഇന്നർ വെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ലാസ്റ്റിംഗ് ആവും. പിന്നെ ചെയ്തിട്ട് കുറച്ച് കാതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ഇത് പൾസ് പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ എല്ലാം അപ്ലൈ ചെയ്താൽ മതി. സൂപ്പർ. ചേട്ടൻ പറയുന്നത് ഈ മിക്സ് ചെയ്യുന്നത് മാക്സിമം 2 to 3 hours ഒക്കെ നിൽക്കും. ഈ ക്ലൈമറ്റ് ഒക്കെ വെച്ചിട്ട് ഈ ഓയിൽ ആണെങ്കിൽ മിനിമം 3 days ആ സ്മെൽ അതേപോലെ നിൽക്കും എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 12 hours. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇതിലെ മസ്ക് വെൽവെറ്റ് എന്നൊരു ഐറ്റം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് പറയും അറ്റ്ലീസ്റ്റ് 3 to 4 days. പക്ഷേ നോർമലി ഇപ്പോൾ CR7 ഉണ്ട്, നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പെർഫ്യൂമെല്ലാം
അറ്റ്ലീസ്റ്റ് 12 hours. 12 hours ലാസ്റ്റിംഗ് ആണ്. ഓ ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലൈവ് പെർഫ്യൂം മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ല ഇതുപോലെ ഓയിൽ പെർഫ്യൂം ഓയിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ പെർഫ്യൂം ആകുമ്പോൾ ലൈവ് പെർഫ്യൂം ആകുമ്പോൾ വിലയും കൂടുതൽ, മേ ബി 700 600. അപ്പോൾ നമ്മുടെ അടുത്ത് 400 ആണ്, പക്ഷേ മറ്റേ കടയിൽ 700 800. പക്ഷേ 3 to 4 hours ലാസ്റ്റിംഗ് ആവും, മാക്സിമം 3 hours to 4 hours. പക്ഷേ ഇതാകുമ്പോൾ ഓയിലാകുമ്പോൾ നമ്മൾ കസ്റ്റമർ റെക്കമെൻഡ് ചെയ്യും, അങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ അടുത്ത് ലൈവ് ഉണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ലൈവും ഉണ്ട് ഓയിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ലൈവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം നമ്മൾ ഇപ്പോൾ കുറേ ഉണ്ടല്ലോ, നമ്മൾ ഇതെല്ലാം வந்து ബർബറി ഉണ്ട്, അക്വാ ഉണ്ട്, അക്വാ കിസ് ഉണ്ട്, ഹാർമോണിക് സ്ട്രോങ്ങർ ഉണ്ട്, ബോംഷെൽ ഉണ്ട്, ബ്ലൂ ഡി ചെന്നത്, ഇതെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡഡ് ആണ്. അപ്പോൾ ബ്രാൻഡഡ് ക്രീഡ് അവന്തസ് ഉണ്ട്, കുറേ ബ്രാൻഡഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കസ്റ്റമർ ചോദിക്കും ലൈവ് പെർഫ്യൂം, പക്ഷെ നമ്മൾ പറയും ലൈവ് പെർഫ്യൂം കാട്ടിലും നല്ലത് പെർഫ്യൂം ആണ്. പക്ഷെ ചിലപ്പോൾ അതന്നെ വേണം പറയാം, നമ്മൾ റെഡി ചെയ്ത് കൊടുക്കും. ഇതിന്റെ പ്രൈസിംഗ് ഒക്കെ എങ്ങനെയാണ്? അപ്പം ഇപ്പോൾ ഇതെല്ലാം അത്രയും കോസ്റ്റ്ലി അല്ല. പക്ഷെ 6 ml 100 rupees, 12 ml 200 rupees അത്രയും ഉള്ളൂ. ഇത് മാത്രമേ കുറച്ച് ഞാൻ ആദ്യം കാണിച്ചല്ലോ 3 to 4 hours 4 days ലാസ്റ്റിംഗ് ആണ്, അത് മാത്രമേ എക്സ്പെൻസീവ്. 12 ml 500 600 അത്രയും. മറ്റെല്ലാം 100 200 ആ റേഞ്ചിൽ തന്നെ. ഇതാണ് 6 ml. അപ്പോൾ ഇത് 6 ml ആണ്. ഇത് 100 rupees വരും. ഇപ്പം 12 ml ആകുമ്പോൾ ഇത് 6 ml, ഇത് 12 ml ആകുമ്പോൾ 200 ആവും. ഇത് രണ്ടും എക്സ്പെൻസീവ്. ഫെഷിനോ ആൻഡ് മസ്കിവൽ, മറ്റെല്ലാം നോർമൽ പ്രൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൈസ് പറയുന്നത്. നോർമൽ പ്രൈസിങ് എത്രയാ? ഓയിൽ 100 200. ഇത് 100, ഇത് 200. ഇത് എത്രയാണ് വരുന്നത്? അപ്പോൾ ഇത് 300, ഇത് 600. ഇത് മാത്രമേ മാത്രമേ. പിന്നെ ഊത്, അറബ്സ് യൂസ് ചെയ്യുന്ന ഊതുണ്ട്, അത് പ്യൂർ ഊതാണ്, അതും എക്സ്പെൻസീവ് ആണ്. ഈ ഊത് അല്ലേ, ഊത് പെർഫ്യൂമും പിന്നെ ഈ അത്തറും അതെന്താ ഡിഫറൻസ്? ഇല്ല, ഊത് ഒരു തടിയുണ്ട്, നമ്മളിപ്പോൾ ആസാമിൻ്റെ തടിയുണ്ട്. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് ഊതിൻ്റെ അത്തർ, ഊത് മീൻസ് അത്തർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഊതും അത്തർ ഒന്നാണ്? ഒന്നാണ്. അറബിക് ടൈംസ് ഊതാണ്. ആക്ച്വലി ഊത് ശരിക്കും ഊത് ഇതാണ് റിയൽ ഊത് നമ്മൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് റിയൽ ഊതിൻ്റെ തടിയാണ്. ഇത് ഊതിൻ്റെ തടിയാണ്. പക്ഷേ ഇത് ഊതിൻ്റെ തടി, ഇത് റിയൽ ഊതിൻ്റെ ഓയിൽ, നമ്മൾ ദഹൻ ഊതിന് പറയും. അപ്പോൾ ഇത് തീരെ എക്സ്പെൻസീവ് ആണ്. ഇത് 3 ml 1000. ഇപ്പോൾ ഇതാകുമ്പോൾ 2000 ആണ്, ഇതാകുമ്പോൾ 4000 ആണ്. ഇത് മാത്രമേ എക്സ്പെൻസീവ്. ഇത് അറബ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതാണ് റിയൽ ഊത്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ഊതിൻ ടേംസ് മീൻസ് റിയൽ ഊത് ഇതാണ്. ഇത് ഓയിൽ, ഊതിൻ്റെ ഓയിലാണ് റിയൽ ഊത്. ഇത് നമ്മൾ ആസാമിലും ഉണ്ട്, മറയൂർ ഫോറസ്റ്റിലും ഉണ്ട്. പക്ഷെ ആസാമിലാണ് ബെസ്റ്റ്. ഇത് പ്രോസസ് ചെയ്ത് എടുക്കുന്നതാണ്. ഇതിന്റെ ഓയിലാണ്. ഇപ്പൊ പ്രോസസ് എടുത്ത തടിയാണ് ഇത്. ഇതിന്റെ തടി കിലോ 7 lakh ഉണ്ട്. പക്ഷെ അത് പ്രോസസ് ചെയ്യാതെ പ്യൂർ തടിയാണ്, അത് നമ്മുടെ ഇല്ലാതെ. ഇത് ശരിക്കും നല്ല തടിയാണെങ്കിൽ കിലോ 7000. കിലോ 7 lakh ആണ്. കിലോ 7 lakh ആണ്. അത്ര എക്സ്പെൻസീവ് ആണ് അല്ലേ? അതാണ് റിയൽ ഊത്. പക്ഷെ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ടേംസ് ഊത് മീൻസ് അത്തർ. അതാണ് ഡിഫറൻസ്. വേറെ എന്തൊക്കെയുണ്ട്? ഇപ്പം അത്തറുണ്ട്, ഈ പറഞ്ഞ ഓയിലുണ്ട്, പിന്നെ നമ്മുടെ ലൈവ് പെർഫ്യൂം മിക്സിംഗ്, വേറെ എന്തോ ഉണ്ട്? ലൈവ് നമ്മൾ റൂം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൂം ഫ്രഷ്നറും ഉണ്ട്. റൂം ഫ്രഷ്നർ ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ട്. അതെങ്ങനെ നമ്മൾ നമ്മൾ പെർഫ്യൂം നമ്മൾ ഏത് പെർഫ്യൂം ആണെങ്കിലും ഇതേ പെർഫ്യൂമിന്റെ രീതിയിൽ നമുക്ക് റൂം ഫ്രഷ്നർ അത് നെക്സ്റ്റ് വീക്കാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് റൂം പെർഫ്യൂം റെഡി ചെയ്ത് കൊടുക്കും. പിന്നെ തിരി നമ്മൾ സ്വന്തമായിട്ട് തിരി കൈകൊണ്ട് ചെയ്യുന്ന തിരിയുണ്ട്, സാമ്പ്രാണി തിരി. അത് ഊതിൽ ചെയ്ത തിരിയാണ്. ഇതിന്റെ ഓയിലിൽ ചെയ്ത തിരിയാണ്. ഇത് ഊത് സ്റ്റിക്സ്. ഇത് നമ്മൾ കൈകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്തതാണ്. ഹാൻഡ് മെയ്ഡ്. പക്ഷെ ഇത് ഒരെണ്ണം കത്തിച്ചാലേ മതി, സൂപ്പറാണ്. ഇത് 150 ഒരു പാക്കറ്റ്. 150 മീൻസ് 1 piece 15 rupees. ഒരെണ്ണം കത്തിച്ചാലേ മതി. ഇത് നമ്മൾ കൈ കൊണ്ട് ചെയ്ത മെഷീൻ കട്ടിങ് അല്ല, കൈ മസാല ഉണ്ട്. ഇതിന്റെ മസാല ഉണ്ട്, നമ്മൾ കൈ കൊണ്ട് ചെയ്തതാണ്. ഇത് മാർക്കറ്റിലുണ്ടോ അതോ? ഇവിടെ ഇല്ല. മേ ബി ബാംഗ്ലൂരിൽ കിട്ടും, പക്ഷേ ഇവിടെ ഇല്ല. കൈ കൊണ്ട് പിന്നെ നമ്മൾ കാർ എയർ ഫ്രഷ്നർ ഉണ്ട്, അത് നമ്മൾ ലൈവായിട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഏത് പെർഫ്യൂം വേണമെങ്കിലും റെഡി ചെയ്ത് കൊടുക്കും.
ഓ, അതെങ്ങനെയാ? അത് എത്ര നാൾ നിൽക്കും? അത് ഒരു ഒറ്റ അറ്റ്ലീസ്റ്റ് 20 days. 20 ആ അത്രയും കോസ്റ്റ്ലി അല്ല, 150 rupees തന്നെ ബോട്ടിലോട്. അത്രയും ബോട്ടിലും അത്രയും കൂടി 150 rupees തന്നെ. ഓക്കെ. പക്ഷെ പക്ക നമ്മൾ നല്ല പെർഫോമൻസ് കാർക്ക് തരാം. ഒരു സാമ്പിൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. പക്ക അത് 20 days നിൽക്കും അല്ലേ? അറ്റ്ലീസ്റ്റ് ₹150. അത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ സാധാരണ ബാക്കിയുള്ള ഇതൊക്കെ വാങ്ങിച്ചാൽ എനിക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നില്ല. കാരണം നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂടടിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് അങ്ങ് പോകും. പിന്നെ കയറി വരുമ്പോൾ ആ സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടടിച്ചാലൊക്കെ പോകുമോ? അതോ അത് നല്ല ഹീറ്റിൽ എപ്പോഴും പാർക്കിംഗ് ഹീറ്റിൽ കാണുന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിൻ്റെ തൊട്ടടുത്ത് വെച്ചാൽ മതി. പക്ക. ആക്ച്വലി അത് ഷേക്കിംഗ് വേണം, അത്രയേ ഉള്ളൂ. ഇത് തടിയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇവിടെ ആയിലാണ്. ഇത് ഊറിയപ്പോൾ ഇതിൻ്റെ ആയിൽ ഇവിടെ ടച്ചാണ്. ഇവിടെ ടച്ച് ആയി ഇടുന്ന ഡിഫ്യൂസ് ആവും. അപ്പോൾ നമ്മൾ ഷേക്കിംഗ് വേണം, അത്രയേ ഉള്ളൂ. വണ്ടി മൂവ് ആകുമ്പോൾ ഇവിടെ നല്ല സ്മെല്ല്. പക്ഷേ 20 days $150 ലാഭമാണ്. നല്ല നമുക്ക് ഇഷ്ടമുള്ള സെൻറ്റും കിട്ടും. നമ്മൾ ഏത് സെൻറ്റ് വേണമെങ്കിലും നമ്മൾ റെഡി ചെയ്യും. അതിൽ നമ്മുടെ ലാറാണ് ഒരു ഐറ്റം ഉണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. ലോറ. പിന്നെ കുറേ വേറെ അക്വാന്ന് ഒരു ഐറ്റം ഉണ്ട്, അതും സൂപ്പർ, നല്ല റെസ്പോൺസ് ഉണ്ട്. കസ്റ്റമർ നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. ഗേൾസ് കസ്റ്റമേഴ്സ് കൂടുതലുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ മെയിൻലി മാൾഡീവിയൻസ് ആണ് കൂടുതൽ. നമ്മുടെ കസ്റ്റമേഴ്സ് പ്ലസ് അറബ്സ്. അവർ ബ്രാൻഡ് കുറിച്ച് പറഞ്ഞില്ല. ഇത് ഫേഷ്യനോ പിന്നെ CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ, അത് നല്ല റെസ്പോൺസ്. അവർ പിന്നെ ഇതുപോലെ ഇതാണ് ഫാന്റാസി എന്ന് പറയുന്നത്. ഇതാണ് അവർ കൂടുതൽ എടുക്കുന്ന ഐറ്റമാണ്. ഇതാണ് അവർ കൂടുതൽ എടുക്കുന്നത്. മെയിൻലി അറബ്സ് എടുക്കുന്നത് ഇതാണ്. അവർക്ക് അവിടെയും പെർഫ്യൂംസ് ഉണ്ട്. പക്ഷെ അവർക്ക് ഇതാണ് നമ്മൾ ഇന്ത്യൻ്റെയാണ് ബെസ്റ്റ് പെർഫ്യൂം ഓയിൽ. ഊദ് ഓയിൽ. ഇതൊക്കെ എന്താണ്? ഇത് നമ്മൾ ഒമാനിൽ കുന്തിരിക്കണം. പ്യൂർ, ഇത് സിന്തറ്റിക് അല്ല, നാച്ചുറൽ മരത്തിൽ നിന്ന് എടുക്കുന്ന ഇതാണ് കുന്തിരിക്കം. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ്? ഇത് നമ്മൾ 100 rupees തന്നെ. പക്ഷേ പ്യൂർ, ഏറ്റവും സിന്തറ്റിക് അല്ല, പ്യൂർ ഇതാണ്. പിന്നെ സാൻഡൽ പൗഡർ ഉണ്ട്, സാൻഡലിൻ്റെ തടി ഉണ്ട്. നമ്മൾ അഫീഷ്യലി നമ്മൾ ഇതുപോലെ സാൻഡലിൻ്റെ തടിയും ഉണ്ട്. ഇപ്പോൾ ഊത് തടി പോലെ ഇത് സാൻഡലിൻ്റെ തടി. ഇത് അഫീഷ്യലാണ്, നമ്മൾ ബില്ലോട് കൂടിയേ കൊടുക്കും. ധൈര്യമായിട്ട് അത് കൊണ്ടുപോകാം. ഇത് ഒരു ഗ്രാം ഒക്കെ എഴുതിയിട്ടുണ്ട്. 37 ഗ്രാമൊക്കെ 1150. പിന്നെ അതേ ഇതിൽ പൊടിയും ഉണ്ട്, സാൻഡൽ, പ്യൂർ സാൻഡൽ. ഇത് 200 rupees. പക്ഷേ പക്ക ഇത് നമ്മൾ അഫീഷ്യലാണ്, ധൈര്യമായിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫേഷ്യലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പിമ്പിൾസ്, ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. ഇത് പോകണം. ഇതൊക്കെ എത്ര റേറ്റ്? ഇത് 200. ഇത് സാൻഡൽ തടിയാണ്, എക്സ്പെൻസീവ്. പക്ഷേ ഇത് അഫീഷ്യലാണ്. വിത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുക്കാം, ബില്ലും കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ അത്രയൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട്. അതായത് നമ്മുടെ അത്തറുണ്ട്, ഓയിലുണ്ട്, ലൈവ് പെർഫ്യൂം മേക്കിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഹാൻഡ് മെയ്ഡ് സാമ്പ്രാണി ഉണ്ട്, ഊതിൻ്റെ സാമ്പ്രാണി ഉണ്ട്, പിന്നെ ഊതിൻ്റെ ഓയിലുണ്ട്, പല ടൈപ്പ് ഓയിൽസ് ഉണ്ട്. പിന്നെ നമ്മൾ പണ്ട് കാർ ഫ്രഷ്നർ ഉണ്ട്, എയർ ഫ്രഷ്നർ ഉണ്ട്. അതൊക്കെ നമ്മൾ പറയുന്ന ആ സെൻറ്റ് ആക്ച്വലി അത് തന്നെ കൺവേർട്ട് ചെയ്ത് ആ സ്മെല്ല് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ ഇതുമുണ്ട്, നമ്മൾ ക്യാൻഡിൽ, സെൻറ്റഡ് ക്യാൻഡിൽ. ഏതാണത്? ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം സെൻറ്റഡ് ക്യാൻഡിൽസ്. സെൻറ്റഡ് ക്യാൻഡിൽസ്. ഇത് നമ്മൾ കന്യാകുമാരിയിൽ ഗേൾസ് പുള്ളിയാണ് ചെയ്ത് തരുന്നത്. നമ്മൾ ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചോദിക്കും. പിന്നെ ഇത് നമ്മൾ എസെൻഷ്യൽ ഓയിലും ഉണ്ട്. ഇതുപോലെ ഓറഞ്ച്, ഗുവ, ബാസിൽ, ഇതെല്ലാം എസെൻഷ്യൽ ഓയിലാണ്. കിലോയിൽ ചോദിക്കുന്ന ആളുകൾക്ക് അങ്ങനെ കൊടുക്കും, കൂടുതൽ ക്വാണ്ടിറ്റി ചോദിക്കുന്ന ആൾക്കാർക്ക്. പിന്നെ ഇതും കാണിക്കും. ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അകത്ത് വയ്ക്കാനുള്ള ഡിഫ്യൂസർ. ഇതെല്ലാം ഡിഫ്യൂസർ. ഇത് നമ്മൾ റൂമിൻ്റെ അകത്ത് ഇവിടെ വെള്ളം ഒളിച്ചിട്ട് അതിൽ 2 to 3 drops പെർഫ്യൂം ഓയിൽ വിട്ടെങ്കിൽ എപ്പോൾ മൈൻഡ് റിലാക്സ്ക്ക് വേണ്ടി. അപ്പോൾ ഇതുപോലെയുണ്ട്. ഇത് നമ്മൾ ഇത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ് ഉള്ള സമയത്ത് ഈ പെർഫ്യൂം ഓൺ ചെയ്തെങ്കിൽ ഇതിൻ്റെ അകത്ത് വെള്ളം ഒളിക്കണം. വെള്ളം ഒളിച്ചിട്ട് ഇവിടെ ഒരു 1 drop or 2 drops മതി ഓയിൽ, പെർഫ്യൂം ഓയിൽ. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ പറഞ്ഞു. ഇത് 600. മാക്സിമം 600, ചില ഇത് 700. ഇത് അങ്ങനെ വരണം. ഇതിൻ്റെ കളറിങ് ചേഞ്ച് ആവും. ഇതിപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് കൊള്ളാം. ഇതാകുമ്പോൾ നല്ല കണ്ടിന്യൂസ് കളറിങ് ചേഞ്ച് ആവും. പ്ലസ് സ്മെല്ലും നല്ല പ്ലസൻ്റ് ആയിട്ട് മൈൻഡ് റിലാക്സ്ക്ക് വേണ്ടി.
ഓ ഇങ്ങനെ 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 വേപ്പറായിട്ട് ചെയ്ത് നല്ല കൂളായിട്ട് കാണും. ഓക്കെ കൈ വെച്ച് നോക്കണം, നല്ല ഇത് കൂള് ആ നല്ല കൂളായിട്ട്. ഓക്കെ 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 ഓക്കെ. ഇതാകുമ്പോൾ നല്ല കളറിങ് ഡിഫറൻസ് കാണും. ഇതിലും ഈ ലൈറ്റും ഉണ്ട് ഇതിൽ. അകത്തെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ വരും. സൂപ്പർ. ഇത് നമ്മൾ നൈറ്റ് ഉറങ്ങുന്ന സമയത്ത് ഇടാം. ഇവിടെ ഫുള്ള് ഇവിടെ വെള്ളം കുറച്ച് ഫിൽ ചെയ്തിട്ട് ഓൺ ചെയ്ത് അങ്ങനെ മൈൽഡായിട്ട് വരും. അപ്പോൾ ഇത് വെള്ളം നിറച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു 1 or 2 ഡ്രോപ്സ് കൊണ്ടുപോകും. അത്രയും മതി, അത്രയും മതി. എത്ര നേരം നിൽക്കും അത്? അത് മോർണിംഗ് വരെ പോകും. വെള്ളം എത്ര ഉണ്ടോ അത്ര വരെ. ഓ അത് ശരി. പക്ഷേ അത് മോർണിംഗ് വരെ ധൈര്യം. ഈ ഷോപ്പ് എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. മോർണിംഗ് 9 to 9. രാത്രി ഈ ലൈവ് ചെയ്യണമെങ്കിൽ എത്ര നേരം എടുക്കുമായിരിക്കും? ഇപ്പോൾ ചെയ്ത് കാണിക്കാം. ഏതാ നമ്മളിപ്പോൾ ലൈവ്? ഓ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ 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 ഓക്കെ. ഇത് എത്ര ml നമ്മൾ ഉണ്ടാക്കുന്നത്? ഇത് നമ്മൾ അത്രമാത്രം 10 ml ഇടും ഇതിൻ്റെ. ബാക്കി ഇത് வந்து ആൽക്കഹോൾ ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്. ഇതിൻ്റെ മൊത്തം 60 ml. ഈ ബോട്ടിൽ வந்து 60 ml ആണ്. ഓക്കെ ഓക്കെ. ഇത് 60 ml 400 rupees. 60 ml 400 rupees. ആൽക്കഹോളും ഡിസ്റ്റിൽഡ് വാട്ടറും പെട്ടെന്ന് ഒരു 2 minutes റെഡിയാകും. 2 minutes റെഡിയാകും. നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CR7 അല്ലെങ്കിൽ CR7 നമ്മൾ ഏത് മണം എല്ലാം മിക്സ് ചെയ്ത് ചെയ്യാം. സ്മെല്ല്. ഓ അടിപൊളി. ഇതിനകത്തൊരു പ്രത്യേക സ്മെല്ലാണ്. അടിപൊളിയാണ്. ഇത് உங்களுக்கு ഗിഫ്റ്റ്. ഓ താങ്ക് യു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലൈവായിട്ട് ഏത് എത്രയാണോ உங்களுக்கு ഏതാണോ അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ വേണമെങ്കിൽ കോമ്പിനേഷൻ ചെയ്യാം, ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, ഇഷ്ടംപോലെ. ഓക്കെ. അതായത് ഇത് 60 ml ആണ്. അതിൻ്റെ ഇത് 30 ml. ഇത് വെറും 250 ആണ്. ഓക്കെ ഓക്കെ. അതുപോലെ അതിൻ്റെ വലുത് 100 ml ഉണ്ട്. 100 ml എவ்வளோ? ഇത് 100 ml എவ்வளோ? ഇത് 100 ml അല്ലേ? അതിൻ്റെ ആ കുപ്പി എടുത്ത് താങ്ക അപ്പടി എടുത്ത്. അതേ കാണും. ഇതല്ലേ? ആ അതെ. ഇത് എത്ര ml? 100 ml. ഇത് എത്ര വരുന്നത്? 700. ഹാൻഡിൽ വിത്ത് കെയർ. സ്റ്റാഫാണ് ചേട്ടൻ്റെ പേര് റഫീഖ് ചേട്ടനാണ് നമുക്ക് ലൈവായിട്ട് സാധനം ക്രിയേറ്റ് ചെയ്ത് തന്നത്. മുരുകനാണ്. ഓ അത് ശരി. നേരത്തെ ജുവലറി ആയിരുന്നപ്പോൾ ഉള്ള ഗോൾഡ് സ്മിത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. പാരമ്പര്യമായിട്ട് ട്രഡീഷണൽ ആയിട്ട് അവർ ചെയ്യുന്ന ജ്വല്ലറീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവർക്ക് റിട്ടയർഡ് ആയി, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പെർഫ്യൂം കടയിലേക്ക്. ഓ അടിപൊളി.
ശരി. അപ്പൊ ഇതിനെ പറ്റി അറിയാത്തവരാണെങ്കിലും ആരും വിഷമിക്കണ്ടല്ലേ, കാരണം കുറെ റെക്കമെൻഡേഷൻസ് ഇവിടെ വന്ന ആളൊരു ഹൈലൈറ്റ് റിവ്യൂ നോക്കിയാലും മതി. നമ്മൾ ഇന്റർനാഷണൽ റിവ്യൂ ആണ്, കൂടുതൽ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ആണ് റിവ്യൂ ഇട്ടിട്ടുള്ളത്. നമ്മുടെ 4.8 ആണ് നമ്മുടെ റിവ്യൂ. 4.8 ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ എല്ലാ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ റിവ്യൂ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് നോക്കിയാലും നമ്മൾക്ക് അറിയാം. ഇപ്പോൾ ജാസ് പെർഫ്യൂംസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, അതിനകത്ത് നിങ്ങൾ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം സെറ്റാണ്. ഹൈലൈറ്റ് അപ്പോൾ ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, നമുക്ക് എല്ലാത്തിൻ്റെയും സാമ്പിൾസ് ഒക്കെ തരുന്നുണ്ട് യൂസ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് പറഞ്ഞ നമ്മൾ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്ക് ആണ്. ഒരെണ്ണം ഇത് മുഴുവനും കത്തിക്കുന്ന ആവശ്യമില്ല. ഇത് പാതി കത്തിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് ഇത് ഒരെണ്ണം കത്തിച്ചാൽ ഫുൾ ഡേ ആ സ്മെൽ കാണും വീട്ടിൻ്റെ കത്തിച്ച് നോക്കുന്നത്. അതെന്തായാലും കത്തിച്ച് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് നമ്മൾ കമൻ്റ് ആയിട്ട് ഇടാം. അപ്പം ഓക്കെ, അപ്പം നമ്മളിത് ഇറങ്ങാൻ പോവാണ്. അപ്പം ചേട്ടനകത്ത് ഭയങ്കര ജനറസ് ആണ്, ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിറച്ച് സ്പ്രേ മറ്റേ ഓയിലും ബാക്കിയുള്ള സാധനങ്ങളുമാണ്. ഇത് വീണ്ടും നമുക്ക് കത്തിക്കാനുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ചു, ഇത് നമ്മുടെ ഊത് സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ലൈഫിൽ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സ്ട്രോങ് ആണെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നമ്മൾ കമന്റ് ഇടാം കേട്ടോ, എങ്ങനെയുണ്ട് അതിന്റെ ഫീഡ്ബാക്ക് നമ്മൾ കമന്റ് ഇട്ടേക്കാം. പിന്നെ നമ്മളൊരു സാൻഡൽവുഡ് ക്രീം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, സാൻഡൽവുഡ് പൗഡർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയുണ്ടെന്ന് പറയാം. ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ വന്നു നമുക്ക് ബാക്കി വേറെ കുറെ സാധനങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, അത് നമ്മൾ പിന്നെ വന്ന് വാങ്ങിക്കാം. നമ്മൾ കണ്ടല്ലോ, നമ്മൾ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ കണ്ടു. നമ്മുടെ എല്ലാ കടയിലുള്ള ചേട്ടന്മാരെല്ലാം പരിചയപ്പെട്ടു. നല്ല കടയാണ്. അപ്പോൾ നമുക്ക് ഈ വന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു അടിപൊളി സ്മെല്ലും നല്ലൊരു വൈബാണ് ഇവിടെ. പിന്നെ ചേട്ടൻ സൂപ്പറാണ്, കേട്ട കമ്പനിയാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട്. ഓയിലുണ്ട്, അത്തറുണ്ട്, ഊത ഓയിലുണ്ട്, ഊത് സ്റ്റിക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ എയർ ഫ്രഷ്നർ ഉണ്ട്, കാർ ഫ്രഷ്നർ ഉണ്ട്, പിന്നെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ റൂം ഹ്യൂമിഡിഫയർ ഉണ്ട്. അത് മാത്രമല്ല ഹൈലി റെക്കമെൻഡ് ചെയ്യുവാണ്, കാരണം ഇഷ്ടംപോലെ കളക്ഷൻ കുറെ അധികം ഇന്റർനാഷണൽ ഇതുള്ള ഒരു നല്ല കസ്റ്റമർ സർവീസും ആണ്. ഞങ്ങൾ ഹൈലി റെക്കമെൻഡ് ചെയ്യും നമ്മൾ ഈ ഷോപ്പ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു ചേട്ടാ. താങ്ക് യു മുരുകൻ ചേട്ടാ. താങ്ക് യു റഫീഖ് ചേട്ടാ. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.